നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാധീനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഇന്നത്തെ ഈ ജ്യോതിഷ വിഷയം ആയില്യം നക്ഷത്രക്കാരുടെ നക്ഷത്ര വിശേഷങ്ങളാണ് ഞാൻ ഇന്നിവിടെ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതൊരു സാമാന്യ ഫലമാണ്. ഓരോ നക്ഷത്രക്കാർക്കും ഈ ഫലം കിട്ടിയെന്ന് വരില്ല. കാരണം അവരുടെ ജനിച്ച സമയത്തിന്റെ പ്രത്യേകത മൂലം, അവരുടെ രാശി സംബന്ധമായ പ്രത്യേകത മൂലം, അവരുടെ ഗ്രഹനില പ്രകാരം, ജാതകപ്രകാരമുള്ള ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കുണ്ടാവുന്ന സാമാന്യ ഫലമാണ് ഞാൻ പറയുന്നത്. മറ്റ് ജാതക ഫലവും കൂടി കൂട്ടിച്ചേർത്താല ഇതിന്റെ ഫലം പൂർണ്ണമാവുകയുള്ളൂ. എന്നിരുന്നാലും പൊതുവായി ആയില്യം നക്ഷത്രക്കാർക്കുണ്ടാവുന്ന സ്വഭാവ വിശേഷങ്ങൾ ഇതെല്ലാമാണ്. അതാണ് ഞാനിവിടെ വിശദമായി ഈ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ നക്ഷത്രപരമായും ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജ്യോതിഷപരമായ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ കർക്കശമായി പെരുമാറുകയും ദയയില്ലാതെ പ്രവർത്തിക്കുന്നവരുമായി ചിലവരിൽ ഈ സ്വഭാവം കാണുന്നുണ്ട്. അതായത് ചിലർ ഈ ആയില്യം നക്ഷത്രക്കാരായ ചിലരിൽ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ചില കർശന സ്വഭാവക്കാരായിട്ടും അതേപോലെ തന്നെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഒരു ദയവുമില്ലാതെ പെരുമാറുന്നവരും ഈ ആയില്യം നക്ഷത്രക്കാരിൽ ചിലരിൽ പൊതുവെ കാണുന്നവരാണ്. വിട്ടുവീഴ്ച മനോഭാവം ഇവരെ സംബന്ധിച്ച് കുറവായിരിക്കും. അത് നേരത്തെ പറഞ്ഞല്ലോ, കർശന സ്വഭാവം. ഇത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോരുത്തരുടെ ജനിച്ച സമയവും അവരുടെ ജാതകവും ഗ്രഹനിലയും ഒക്കെ ഒത്തു വന്നാലേ പല കാര്യങ്ങളും ഒത്തുവരികയുള്ളൂ. അപ്പൊ സാമാന്യമായി ഇവർക്ക് ഈ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വിട്ടുവീഴ്ച കുറച്ച് കുറവായിരിക്കും. വിട്ടുവീഴ്ചയില്ലാതെ ചില കാര്യങ്ങളിൽ പ്രവർത്തനം നടത്തും. ഉപകാരസ്മരണയുടെ കാര്യത്തിലാണെങ്കിലും ഈ ആയില്യം നക്ഷത്രക്കാർ അല്പം പിന്നോക്കമാണ്. കാരണം അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അത് വിസ്മരിക്കുക പതിവാണ്. അങ്ങനെ കാണുന്നുണ്ട്. ആജ്ഞാശക്തിയും നേതൃത്വപരമായ കാര്യങ്ങൾ വഹിക്കാനുള്ള കഴിവും ഇവർക്ക് ജന്മസിദ്ധമായിട്ടുണ്ട്. വളരെ ആജ്ഞാശക്തിയോടുകൂടി, അതായത് കമാൻഡിങ് പവറോടുകൂടി പ്രവർത്തിക്കാനും അതോടൊപ്പം തന്നെ നേതൃത്വപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഇവർക്ക് ജന്മസിദ്ധമായി തന്നെ കഴിവുള്ളവരാണ്. അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുകയും അതിനായി അത്യധ്വാനം ചെയ്യുകയും ഇവർ ചെയ്യും. അവർക്ക് ഉയർന്ന പദവിയിലെത്താൻ അവർ വളരെയധികം പ്രയത്നിക്കുന്നവരാണ് ഈ ആയില്യം നക്ഷത്രക്കാർ. എല്ലാവരോടും മാന്യമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുമെങ്കിലും സ്വന്തം നേട്ടങ്ങളായിരിക്കും ഇവരുടെ മനസ്സിലെ ലക്ഷ്യം. എനിക്ക് അതിൽ നിന്ന് എന്ത് നേട്ടമുണ്ടാകും എന്നുള്ള ഒരു ചിന്ത ഇവരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാരായ ഇവരുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. എന്ത് പ്രവൃത്തിയിൽ ചെയ്താലും അതിൽ നിന്നും എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാമോ എന്നായിരിക്കുള്ളൂ അവരുടെ ചിന്ത. ഇതെല്ലാവരിലും ഉണ്ടായെന്നും വരില്ല.
അധികമായി ആരോടും മടിക്കാത്ത ഒരു സ്വഭാവമാണ് ഈ ആയില്യം നക്ഷത്രക്കാർ. നിർബന്ധ ബുദ്ധി കൂടുന്നവരാണ് ഇവര് ചില കാര്യങ്ങളിൽ നിർബന്ധ ബുദ്ധി പിടിക്കും. പിണക്കം തോന്നുന്നവരോട് വളരെ ക്രൂരമായി പെരുമാറും ഇവർ. അതായത് ഇവരോട് ശത്രുത കാണിച്ചാൽ അവർ വളരെ ക്രൂരമായി തന്നെ ചിലപ്പോൾ അവരോട് പെരുമാറി എന്ന് വരും. അവരിൽ നിന്ന് അകന്നു കഴിയാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. എപ്പോഴും ഗൗരവഭാവം മുഖത്തുള്ളവരാണ് ഈ ആയില്യം നക്ഷത്രക്കാർ. പക്ഷേ വളരെ അടുപ്പമുള്ളവരുടെ മുൻപിൽ ഇവരെല്ലാം തുറന്നു പറയുന്ന സ്വഭാവവും ഇവരിൽ ചിലർക്കുണ്ട്. ആശങ്കയും ഭയവും മനസ്സിനെ ഇവർക്ക് എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. ഇവരുടെ മനസ്സിനെ എപ്പോഴും ആശങ്ക അലട്ടിക്കൊണ്ടിരിക്കും. ചില ഭയങ്ങളും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും. വളരെ ചുരുക്കം ആളുകളെ മാത്രമേ ഇവർ ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്ന് വരും. അങ്ങനെ കാണുന്ന എല്ലാവരെയും ഒന്നും ഇവര് കാണുന്നവരോടൊന്നും ഇവര് ആത്മാർത്ഥത കാണിച്ചില്ലെന്ന് വരും. അവർക്ക് ചില വ്യക്തികളുണ്ട്. ആ വ്യക്തികളുമായിട്ടാണ് ഇവര് ആത്മാർത്ഥമായി കാര്യങ്ങൾ ഇടപെടുകയുള്ളൂ. അവരുടെ കാര്യങ്ങളിൽ ആത്മാർത്ഥമായി തന്നെ ഇവര് ഇടപെട്ട് എന്നും വരും. ആരെയും പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു പ്രകൃതക്കാരല്ല ഇവര്. പക്ഷേ എല്ലാവരുടെയും ലോകത്തിൽ കഴിയാൻ വലിയ ബുദ്ധിമുട്ടുകളില്ലാത്തവരും സാമർത്ഥ്യക്കാരുമാണ് ഈ ആയില്യം നക്ഷത്രക്കാർ. ധനാഭിവൃദ്ധിക്കായി അത്യധ്വാനം ചെയ്യുന്നതോടൊപ്പം ആർഭാടങ്ങൾക്ക് വേണ്ടി അമിതമായി ചെലവ് ചെയ്യുന്ന സ്വഭാവവും ഇവർക്കുണ്ട്. നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടുകയില്ല ഇവരുടെ മേൽ ആരെങ്കിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ അതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. അതൊന്നും ഇഷ്ടപ്പെടുകയുമില്ല. സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ആരെങ്കിലും തടസ്സം നിന്നാൽ അവരിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും അവരെ വെറുക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവവും ഈ ആയില്യം നക്ഷത്രക്കാർക്കുണ്ട്. എല്ലാം സമ്മതിച്ചു കൊടുക്കുന്നവരെ മാത്രമേ സുഹൃത്തുക്കളായി ഇവർ അംഗീകരിക്കുകയുമുള്ളൂ. ഇവർ അംഗീകരിക്കുന്ന ആൾക്കാരെ മാത്രമേ ഇവര് സുഹൃത്തുക്കളായി അംഗീകരിക്കുകയുള്ളൂ. അവരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധ കാണിക്കുകയും ചെയ്യും. അപ്പൊ ഇവരെ സഹായിക്കുന്നവരെ തിരിച്ചും അങ്ങോട്ട് ഇവർ സഹായിക്കും. അങ്ങനെ സ്വഭാവമുണ്ട്. അവരെ സഹായിക്കാൻ എപ്പോഴും അങ്ങനെയുള്ള ഇവരെ സഹായിക്കുന്നവരെ എപ്പോഴും തിരിച്ചങ്ങോട്ട് സഹായിക്കാനായിട്ട് ഇവർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ശ്രമിച്ചെന്ന് വരും. പക്ഷേ അവർ സഹായം അർഹിക്കുന്നവരായിരിക്കണമെന്നും ഇവർക്ക് നിർബന്ധമില്ല. കാരണം ഇവരൊരു സഹായം ഒരാൾക്കാർക്ക് കൊടുത്താൽ അവര് ആ സഹായത്തിന് അർഹരായിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയൊന്നും ഇവർക്കില്ല. അന്യർക്ക് ചെയ്യുന്ന സഹായങ്ങൾ എല്ലാവരും അറിയണമെന്നും പുകഴ്ത്തണമെന്നും ഇവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇവരാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് 4 പേര് അറിയണം എന്നുള്ള ഒരു ചിന്താഗതിയും ഇവർക്ക് ഉണ്ട്. ധനവും ഭാഗ്യവും ഉള്ളവരായിരിക്കും ഇവർ. ധനപരമായ ഉയർച്ചയും പല കാര്യങ്ങളിൽ ഭാഗ്യവും ഉണ്ടായിരിക്കുന്നവരാണിവർ. പെട്ടെന്ന് ശോഭിച്ച് സാഹസികമായ പ്രവർത്തികൾ ചെയ്തെന്നും വരും ഇവർ. ഇതുമൂലം പൊതുപ്രവർത്തനങ്ങളിൽ അത്രയൊന്നും വിജയിച്ചെന്നും വരികയില്ല. ഇവരുടെ എടുത്തുചാട്ടം അല്ലെങ്കിൽ ശോഭിച്ചുള്ള പ്രവർത്തികൾ മൂലം ഇവർക്ക് പൊതുരംഗത്ത് കൂടുതലായി നിൽക്കാൻ കഴിഞ്ഞെന്നും വരികയില്ല. എല്ലാ പ്രവർത്തനങ്ങളും ചിട്ടയായി ചെയ്യണമെന്ന് നിർബന്ധമുള്ളവരും കൂടിയാണ് ഇവർ. ഒരു പ്രവർത്തനം നടത്തണമെങ്കിൽ അത് അടുക്കും ചിട്ടയായിട്ട് ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഇവർക്കുണ്ടാകും. വിജയപരാജയങ്ങൾ ഒന്നിടവിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ഇവരുടെ ജീവിതത്തിൽ വിജയങ്ങളുണ്ടാവും, പരാജയങ്ങളുണ്ടാവും. അത് ഒന്നിടവിട്ട് ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. എന്തിനെപ്പറ്റിയും എപ്പോഴും ആകുലപ്പെടുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. പല കാര്യങ്ങളെപ്പറ്റിയും ഇവർ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന സ്വഭാവമുണ്ട്. അത് മുഖാന്തരം മനസ്സിന് വിഷമം ഉണ്ടാകുകയും ആകുലപ്പെടുകയും ചെയ്യുകയും ചെയ്യും. ഇവർ സ്വജനങ്ങളിൽ നിന്ന് പ്രയോജനം കുറയും. ഇവരുടെ സ്വന്തക്കാരിൽ നിന്ന് ഇവർക്ക് അധികം പ്രയോജനങ്ങൾ
കിട്ടിയെന്ന് വരില്ല. സ്വന്തം കൂടപ്പിറപ്പുകൾ പോലും ഇവർക്ക് ചിലപ്പോൾ സഹായം ചെയ്തില്ല എന്നും വരും. അവരുടെ അതൃപ്തിക്ക് പാത്രമായെന്നും വരും ഇവർ. ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ. സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം ഇവർക്ക് ഉള്ളവരാണ്. പക്ഷേ എന്തെങ്കിലും അസ്വസ്ഥതയോ ക്ലേശമോ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നവരുമായിരിക്കും. സന്തോഷമുണ്ടെങ്കിൽ തന്നെയും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടെങ്കിൽ തന്നെയും ഇവരെ ചില കാര്യത്തിനൊക്കെ ഇവരുടെ മനസ്സ് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും. മനസ്സിൽ അസ്വസ്ഥതയും ക്ലേശങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. വിവാഹത്തിന് കാലതാമസം വരുന്ന ഒരു നക്ഷത്രക്കാരാണ് ഇവർ. കുറച്ച് താമസം ഉണ്ടാകും ഇവരുടെ വിവാഹത്തിന് ശേഷം ഇടയ്ക്കിടെ ജീവിത പങ്കാളിയുമായി അകന്നു കഴിയാനും ഇവർക്ക് സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. ഇവരുടെ ബാല്യകാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. 8 വയസ്സുവരെ ശാന്തമായ ജീവിതം നയിക്കുന്നവരാണ് ഇവർ. 9 വയസ്സ് മുതൽ 16 വയസ്സുവരെയുള്ള കാലം ആരോഗ്യക്കുറവ്, അതേപോലെ തന്നെ ചില രോഗങ്ങൾ, മുറിവ്, ചതവ്, അപകടങ്ങൾ തുടങ്ങിയവ മൂലം ഇവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കും. 17 വയസ്സ് മുതൽ 36 വയസ്സുവരെയുള്ള കാലം പൊതുവെ ഗുണകരമാണ് ഇവർക്ക്. ഈ കാലത്ത് വിദ്യാഭ്യാസം, തൊഴിൽ ലാഭം, വിവാഹം, സന്താന ലാഭം തുടങ്ങിയവയെല്ലാം ഈ സമയത്ത് ഇവർക്ക് അനുഭവത്തിൽ വരും. 37 വയസ്സ് മുതൽ 47 വയസ്സുവരെയുള്ള കാലം അധ്വാന കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു കാലമായിരിക്കും ഇവർക്ക്. അതിനുശേഷം സ്ഥിതിഗതികൾ കൂടുതൽ അനുകൂലമാവുകയും 52 വയസ്സിനും 59 വയസ്സിനും ഇടയ്ക്കുള്ള കാലം മാത്രം അല്പം ബുദ്ധിമുട്ട് ഉള്ളവയുമായിരിക്കും. ആയില്യം നാളിന്റെ അവസാനത്തെ കാൽഭാഗം ഗണ്ഡാന്തദോഷമുള്ളതാണ്. ഈ നക്ഷത്രക്കാരുടെ അവസാനത്തെ കാൽഭാഗം ഗണ്ഡാന്ത ദോഷത്തിൽ വരുന്നതാണ്. ആയില്യം നക്ഷത്രക്കാരുടെ സ്വഭാവത്തെ പറ്റി കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ, ആയില്യം നക്ഷത്രം രാശിചക്രത്തിലെ 9ാമത്തെ നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രം അതീവ ബുദ്ധിശക്തിയും കാര്യഗ്രഹണ ശേഷിയും ഇവർക്ക് കൂടുതൽ ഉള്ളവരാണ്. ബുദ്ധിയും അറിവും നേടാനുള്ള താല്പര്യവും ഇവർക്ക് കൂടുതലായി കാണുന്നുണ്ട്. കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള കഴിവ് ഇവർക്ക് ജന്മസിദ്ധമായി തന്നെയുണ്ട്. വാക്ചാതുര്യമായി സംസാരിക്കാനുള്ള കഴിവുള്ളവരാണ് ഇവർ. സംസാരത്തിൽ നല്ല കഴിവുള്ളവരും മറ്റുള്ളവരെ തങ്ങളുടെ വാക്കുകൾ കൊണ്ട് സ്വാധീനിക്കാൻ കഴിവുള്ളവരും ആയിരിക്കും ഇവർ. പല കാര്യങ്ങളും ചെയ്യാൻ സ്വയം മുന്നോട്ട് വരുന്നവരുമായിരിക്കും. ഇവരുടെ ഈ നക്ഷത്രത്തിന്റെ ദേവത നാഗമാണ്, സർപ്പമാണ്. അപ്പൊ അതുമൂലം ഇവർക്ക് രഹസ്യാത്മകതയും നിഗൂഢതയും കൂടുതലുള്ളവരായിരിക്കും. സർപ്പത്തെ പോലെ ചില കാര്യങ്ങളിൽ ഇവർ രഹസ്യം സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. ഇവരുടെ യഥാർത്ഥ ചിന്തകളും ഉദ്ദേശങ്ങളും പെട്ടെന്ന് ഇവർ പുറത്ത് കാണിക്കാറുമില്ല. ഒരുതരം നിഗൂഢത ഇവരുടെ ഇടയിലുണ്ട്. ഇവർ കാണിക്കും ഒരുവിധം നിഗൂഢത. ഇവർക്ക് ശക്തമായ ഇച്ഛാശക്തിയും കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഠിന പരിശ്രമവും ഇവർ നടത്തും. ഇവർക്ക് നല്ല ഇച്ഛാശക്തി ഉണ്ടാവും. ഏതെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കഠിന പരിശ്രമവും ഇവർ ചെയ്യും. ലക്ഷ്യത്തിലെത്താൻ തന്ത്രങ്ങൾ മെനയാൻ
ഒരു കാര്യത്തിന്റെ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ അതിനു വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയാൻ ഇവർ മിടുക്കന്മാരാണ്, അല്ലെങ്കിൽ മിടുക്കികളാണ്. അതേപോലെ തങ്ങളുടെ ചുറ്റുപാടുകളിലും ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്താനും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും ഇവർ ഇഷ്ടപ്പെടുന്നവരും കൂടിയാണ്. വൈകാരിക തലത്തിലെ വൈകാരികമായി ചില സമയങ്ങളിൽ ഇവർക്ക് തങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും ഇവർ. പെട്ടെന്ന് ദേഷ്യം വരാനും എന്നാൽ ആ ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കുവാനുള്ള പ്രവണത ഇവർക്കുണ്ട്. ആ ദേഷ്യം ഇവർക്ക് സ്വയം അടക്കാനും ഇവർക്ക് കഴിയുന്നതാണ്. നല്ല പോസിറ്റീവ് സ്വഭാവ വിശേഷങ്ങളും ഇവർക്കുള്ളതാണ്. നല്ല നേതാക്കന്മാരാകാൻ സാധ്യതയുള്ളവരാണ് ഇവർ. വിശകലന ശേഷിയുള്ളവരും യുക്തിസഹമായി ചിന്തിക്കുന്നവരുമാണ് ഈ ആയില്യ നക്ഷത്രക്കാർ. കലാപരമായ കഴിവുകളും സാഹിത്യവാസനയും ഇവർക്കുണ്ടാകുന്നതാണ്. ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം കാണിക്കുകയും ചെയ്യും. ചില കാര്യങ്ങളിൽ അമിതമായ ഒരു ആത്മവിശ്വാസം ഇവർ കാണിക്കാനും ഇടയുണ്ട്. സ്വന്തം കാര്യങ്ങൾക്കായി മറ്റുള്ളവരെ ഉപയോഗിക്കുന്നതായി തോന്നിയേക്കാമെങ്കിലും തന്ത്രപരമായി അതിൽ ഇവർ വിജയിക്കുകയും ചെയ്യും. അപ്പൊ മറ്റുള്ളവരുടെ മുമ്പിൽ കാര്യങ്ങൾ ഓരോന്നായി ചെയ്യുമ്പോൾ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും സ്വന്തം കാര്യങ്ങൾക്കായി മറ്റുള്ളവരെ ഉപയോഗിക്കുന്നതായി ഇവർക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ വന്നാൽ അത് തന്ത്രപരമായി ഇവർ ഒളിക്കുകയും ചെയ്യും. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ചിലപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത് അത് മറച്ചു വെക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാവും എന്നർത്ഥം. അവരത് അറിയാതെ. അതാണ് ഞാൻ ഈ ചുരുക്കി പറഞ്ഞതിന്റെ അർത്ഥം. വാശി കൂടുതലായിരിക്കും ഇവർ. എല്ലാ പ്രവൃത്തികളിലും ഇങ്ങനെ വാശി ഉണ്ടായെന്ന് വരില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ ഇവർ വാശിയെടുത്ത് അത് നടപ്പിൽ വരുത്താനായിട്ട് ശ്രമിക്കുന്നവരാണ്. കൂടുതൽ വാശിയെടുത്ത് അത് നടപ്പിൽ നടത്താനായിട്ടും ഇവർ ശ്രമിച്ചെന്ന് വരും. വിദ്യാഭ്യാസപരമായി ഇവർ ചില ആളുകൾ വിദ്യാഭ്യാസപരമായി വളരെ ഉയർന്നു പോകുന്നവരാണ്. അധ്യാപകര്, ഗവേഷകര് ഒക്കെയായി മാറുന്ന ആയില്യ നക്ഷത്രക്കാരുണ്ട്. അതുകൂടാതെ മാധ്യമ പ്രവർത്തനം നടത്തുന്നവരും എഴുത്തുകാരും അങ്ങനെയുള്ള ആൾക്കാരും ബിസിനസ്സുപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും തന്ത്രപരമായ നീക്കങ്ങൾ നടത്താൻ കഴിവുള്ളവരുമാണ് ഇവർ. ആ ബിസിനസ്സിൽ തന്നെ തന്ത്രപരമായ പല കാര്യങ്ങളും നടത്താൻ കഴിവുള്ളവരാണിവർ. നിയമപരമായ മേഖലയിൽ ഇവര് ശ്രദ്ധിച്ചെന്നും വരും. വക്കീലന്മാര്, ജഡ്ജിമാര് അങ്ങനെയുള്ള ആളുകളും ഈ പൂയ നക്ഷത്രക്കാരായി വരാവുന്നതാണ്. പിന്നെ അതുകൂടാതെ മറ്റുള്ളവരുടെ ചിന്താഗതി മനസ്സിലാക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് ഈ മേഖലകളിലും അവർ ശോഭിക്കും. ഏത് മനഃശാസ്ത്രപരമായും ആയുർവേദപരമായുള്ള കാര്യങ്ങളിൽ, ചില നാട്ടുകാര്യങ്ങളിൽ, നാട്ടുവൈദ്യങ്ങളിൽ, പാരമ്പര്യ വൈദ്യ മേഖലകളിൽ ഒക്കെ ഇവർക്ക് താല്പര്യമുള്ളവരും ആയിരിക്കും. സാമ്പത്തികപരമായിട്ട് പണം സമ്പാദിക്കാൻ ഇവർക്ക് കഴിവുള്ളവരായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ ഇവർ ഉണ്ടാക്കുന്നതാണ്. ജീവിതത്തിൽ ഇവർ പല സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുന്നവരുമാണ്. എന്നാൽ ചില സമയങ്ങളിൽ ദൂർത്തടിക്കാനുള്ള സാധ്യതയും ഇവരിലുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ തന്ത്രപരമായി ഇടപെടാൻ ശ്രമിക്കുകയും പല വഴികളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ഈ നക്ഷത്രക്കാർ. കുടുംബത്തിൽ ആധിപത്യ സ്വഭാവം കാണിക്കാൻ സാധ്യതയുള്ളവരാണിവർ. അതായത് കുടുംബത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിവുള്ളവരാണിവർ. എന്നാൽ
കുടുംബാംഗങ്ങളോട് സ്നേഹമുള്ളവരായിരിക്കുകയും ചെയ്യും. അതായത് കുടുംബത്തിന് നേതൃത്വം ഏറ്റെടുത്താലും അവർ കുടുംബാംഗങ്ങളുമായിട്ട് വളരെ സ്നേഹബുദ്ധിയോടുകൂടി പെരുമാറാനും ശ്രമിക്കാറുണ്ട്. മാതാപിതാക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്താനും ഇവർ ശ്രമിക്കുന്നവരാണ്. ജീവിത പങ്കാളിയുമായി ഇവർക്ക് ഊഷ്മളമായ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നവരാണ്. എന്നാൽ ഇവർ വളരെ വൈകാരികമായി പ്രതികരിക്കുന്നവരായതിനാൽ ചെറിയ വഴക്കുകൾ ഇവരുടെ ഇടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പങ്കാളി ഇവരുടെ വികാരങ്ങളെയും രഹസ്യാത്മകമായ സ്വഭാവത്തെയും മനസ്സിലാക്കുന്നവരാണെങ്കിൽ ദാമ്പത്യം കൂടുതൽ സന്തോഷകരമായി ഇരിക്കുന്നതാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം. സൗഹൃദങ്ങൾ വിശ്വസ്തരായ സുഹൃത്തുക്കളെ സൗഹൃദപരമായി തെരഞ്ഞെടുക്കാൻ ഇവർ ശ്രമിക്കുകയും ചെയ്യും. അവരുടെ സൗഹൃദങ്ങൾ ആഴത്തിലും ദീർഘകാലം നിലനിൽക്കുന്നതും ആയിരിക്കും ഈ ആയില്യം നക്ഷത്രക്കാർ. അതായത് നല്ല സുഹൃബന്ധങ്ങൾ ദീർഘകാലം നിലനിർത്തിക്കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുന്നതാണ്. ഇങ്ങനെ കുറച്ച് സ്വഭാവ വിശേഷങ്ങളാണ് ഈ ആയില്യം നക്ഷത്രക്കാർക്കുള്ളത്. ഇവരുടെ ഈ സ്വഭാവ വിശേഷങ്ങൾ, ആയില്യം നക്ഷത്രക്കാരുടെ വിശേഷങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ടവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.